നമ്മൾ സിനിമ സിനിമ സംസാരിക്കുന്നു, കഥാപാത്രങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ സിനിമ സംസാരിക്കുന്നു. എങ്ങനെയുണ്ട് പ്രകടനം? ഒരു 2 മണിക്കൂർ ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത ഒരു സിനിമയാണ്. അതെ അതെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സിനിമ? അതെ അതെ നമ്മൾ തുടക്കത്തിൽ ആ ഒരു 10-20 മിനിറ്റ് നമ്മൾ വിചാരിച്ചു ഇപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഡയലോഗ് വരുമെന്ന് പിടിച്ചിരുത്തി. അതൊരു കഴിവ് തന്നെയാണ്. പണ്ട് നമ്മൾ ഹോളിവുഡ് സിനിമകളിലല്ലേ ഈ ഡയലോഗ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ മ്യൂസിക് മാത്രമായിട്ടുള്ള സിനിമകളൊക്കെ കാണുന്നത്. അതൊക്കെ ഓർമ്മ വന്നു അത്രയും കാലഘട്ടത്തിൽ ആ സിനിമകളൊക്കെ? ഇത് കൊള്ള ഒരു എന്താ പറയുക, നല്ലൊരു അപ്രോച്ച്. മുഷിപ്പിലില്ലാതെ നമ്മളെ പിടിച്ചിരുത്തി ഇത് സംഭവിക്കുമെന്നുള്ളത് അറിയാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോൾ അത് ബി ജി എമ്മിൽ തന്നെ പിടിച്ചിരിക്കുന്നത്. ആ ഒരു എന്ന് വെച്ചാൽ ഗംഭീര സാധനമൊന്നുമല്ല, പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ ഒരു മൂഡിലങ്ങ് ഇരുന്ന് പോകുന്നുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിജയ് സേതുപതിയും അരവിന്ദ് സ്വാമിയില്ല, രണ്ടുപേരും നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും അവർ തന്നെയാണ് കറക്റ്റ്, ആ കഥാപാത്രത്തിന് ആപ്റ്റായിട്ടുള്ള രണ്ടുപേര് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ സീനൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് ഇയാൾ വിജയ് സേതുപതി വരുന്നത്. അത് കറക്റ്റായിട്ട് നമുക്ക് കണക്റ്റ് ആവും. പൈസയുടെ ആ ഒരു പ്രാധാന്യമില്ല. കൊള്ളാം, പരിപാടി കൊള്ളാം, വളരെ മികച്ചൊരിത്. ഇഷ്ടപ്പെട്ടു, നല്ല പടം. അല്ല, ഇത് ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റാണ് ഇത്. ചില ആൾക്കാരുടെ അടുത്ത് ഇത് ഫ്ലോപ്പായി പോകുമെന്ന് തോന്നി, പക്ഷേ ഇത് അടിപൊളിയാണ്. സൗണ്ട് ഡിസൈനിങ് ആയാലും മ്യൂസിക്കലി ആയാലും പിന്നെ ക്യാമറ പിന്നെ ട്രാൻസിഷൻ അടിപൊളിയാണ്. പിന്നെ വിജയ് സേതുപതിയുടെ ആക്ടിങ് അടിപൊളി. ഇത്രയും നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഇപ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ അടിപൊളിയാണ് മൊത്തത്തിൽ. ഏതാ വർക്കാവും, റൊമാൻസ് ഒക്കെ വർക്കാവും. ബീജം എ റഹ്മാൻ ചെയ്തതാണ്, അടിപൊളി സാധനമാണ്. മെസ്സേജ് ഉണ്ട്, മെയിനായിട്ട് അതാണ് കണ്ടന്റ്. പിന്നെ അതിനൊപ്പിച്ചാണ് കഥ പോകുന്നത് മൊത്തത്തിൽ. തിയേറ്റർ മസ്റ്റ് വാച്ചാ. ഇത് എങ്ങനെയാണ് ഒരു ഓഡിയൻസ് എടുക്കാമെന്ന് അറിയില്ല, പക്ഷേ ഇത് കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ടെക്നീഷ്യനായിട്ട് കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ബിജിഎം സൗണ്ട് ഡിസൈനിങ് എല്ലാം അടിപൊളിയാണ്. സിനിമയെന്ന് പറഞ്ഞാൽ ഇമോഷൻ കൂടെയാണ്. അതിൽ ഏകദേശം 40% ഇമോഷൻ വരണം എന്നാണ്, എങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യത്തുള്ളൂ. ആ ഇമോഷനും അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പാക്ഡാണത്. ഡയലോഗ് ഇല്ലെങ്കിലും നരേഷൻ ഇല്ലെങ്കിലും സിനിമ പാക്ഡാണ്, വിഷ്വലി റിച്ചാണ്. കാണണമെന്ന് തന്നെയാണ് പറയുന്നത്.